എല്ലാവർക്കും സുഖല്ലേ? വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും എൻ്റെ കഥയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളതേ തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കരയ്ക്ക് സമീപത്തുള്ള ഇരുനിലങ്കോട് ക്ഷേത്രത്തിലാണ്. കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഈ ക്ഷേത്രം എങ്ങനെ വന്നുവെന്നോ ആര് പ്രതിഷ്ഠ നടത്തിയെന്നോ ഒരു അറിവും ആർക്കും അറിയില്ല. അനാചാരിതമായി ഇവിടെയുള്ളവർ ഈ ക്ഷേത്രം കണ്ടെത്തിയതാണത്രേ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ നേരിട്ടാണ് ഇവിടെ പൂജ നടത്തിയിരുന്നത്. ഇവിടുത്തെ വഴിപാടുകൾ വളരെയധികം പ്രത്യേകതയുള്ളതാണ്. ഒരടി നടക്കാൻ പറ്റാത്ത തരത്തിൽ ആണിരോഗത്താൽ കഷ്ടപ്പെടുന്നവർക്കും കാൽ സംബന്ധമായ രോഗം അനുഭവിക്കുന്നവർക്കും പരിഹാരം ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ മൂർത്തിയുടെ നടയിലെത്തി കാച്ചിയ പപ്പടം ചവിട്ടി പൊട്ടിച്ചാൽ ആണിരോഗം അകന്നുപോകും. ഒരു ചൂല് കൊണ്ടുവന്ന് ഇതിൻ്റെ നടയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മുടിയില്ലാത്ത സ്ത്രീകൾക്ക് പനങ്കുല പോലെ മുടി വളരും. വളരെ കൗതുകകരമായ ഈ വഴിപാടുകളെക്കുറിച്ച് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇനി ക്ഷേത്രത്തിലേക്ക് കടക്കാം. ഒരു ചെറിയ കുന്നിൻ്റെ താഴത്തെ അറ്റത്തുള്ള പാറയിൽ ഒരു ഗുഹയ്ക്കുള്ളിലാണ് വിഗ്രഹം കൊത്തിയെടുത്തിരിക്കുന്നത്. ഈ കുന്ന് 100 ഏക്കറിലധികം വിസ്തൃതിയിൽ ഉറച്ച പാറകളാൽ പരന്നു കിടക്കുന്നു. സ്വയംഭൂ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. പാറയിൽ രൂപപ്പെട്ടു വന്നതായതിനാൽ പ്രധാന മൂർത്തി ആരാണെന്നത്ര വ്യക്തമല്ല. ത്രിമൂർത്തി സാന്നിധ്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ശിവനാണ് പ്രാധാന്യം. ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ളതാണ് ഇവിടുത്തെ ദേവചൈതന്യം. എന്നാൽ ആ ദേവചൈതന്യത്തിന് മൂക്കില്ല. മൂക്ക് മുറിഞ്ഞുപോയ ഈ സ്വയംഭൂ വിഗ്രഹത്തിന് 6 അടിയോളം ഉയരമുണ്ട്. വിവാഹ തടസ്സം മാറാനും മാറാരോഗങ്ങൾ ശമിക്കാനും ത്രിമൂർത്തി സങ്കല്പത്തിലുള്ള ഈ ഭഗവാൻ അനുഗ്രഹിക്കുമത്രേ. ഇരുനിലം കോട്ടപ്പൻ്റെ പ്രധാന വഴിപാടുകളിലൊന്നാണ് കാച്ചിയ പപ്പടം ചവിട്ടിപ്പൊട്ടിക്കൽ. കാച്ചിയ പപ്പടം ചവിട്ടിപ്പൊട്ടിക്കുന്ന ശബ്ദം കോട്ടപ്പൻ്റെ കാതിലെത്തുന്നതോടെ ആണിരോഗത്തിൻ്റെ വേദന അകന്നു പോകുമെന്നാണ് വിശ്വാസം. ഇവിടെ പപ്പടം ചവിട്ടാനായി നിരവധി രോഗികൾ ദിവസേന എത്തിച്ചേരുന്നു. ഇനി നമുക്ക് മുനിയറകൾ കാണാനായി പോയാലോ? മലയ്ക്ക് മുകളിലുള്ള മനുഷ്യനിർമ്മിതമായ ഒരു ചെറിയ ഗുഹയാണ് മുനിയറ. അത് കാണാനായിട്ട് ഈ മല കയറി പോകണം. ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യവും ദിവ്യത്വവും പരിഗണിച്ച് ദക്ഷിണ കൈലാസം എന്നവിടെ വിശേഷിക്കപ്പെടുന്നു. നമ്മൾ ഈ ക്ഷേത്രം ദർശിച്ചതിൻ്റെ സഫലീകരണത്തിനായിട്ട് ഈ മുനിയറകൾ കൂടി ദർശിക്കണമെന്നാണ് സങ്കല്പം. സമാന ആകൃതിയിലുള്ള ഒരുപാട് ഗുഹകൾ ഈ മലയ്ക്ക് മുകളിലുണ്ടായിരുന്നു. പ്രകൃതി ശക്തികളുടെ നിരന്തര പ്രവർത്തന ഫലമായി അവയെല്ലാം നശിച്ചുപോയി. അവശേഷിക്കുന്ന ഏക ഗുഹ ക്ഷേത്രഭരണത്തിൽ കീഴിൽ സംരക്ഷിച്ചു വരുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഈ ഗുഹയും പരിസരവുമൊക്കെ മഹർഷീശ്വരന്മാരുടെ തപോഭൂമിയായിരുന്നു. അതിന് തെളിവുകളാണ് ഈ മുനിയറയൊക്കെ. ഈ മലയ്ക്ക് മുകളിൽ 400 മീറ്റർ അകലത്തിലാണ് കേട്ടോ മുനിയറയുള്ളത്. ഈ കുത്തനെയുള്ള മല കയറി അവിടെ എത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. നല്ല പാറകളും അതുപോലെ തന്നെ കൂർത്ത കല്ലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചവിട്ടി വേണം നമ്മളവിടെ എത്താനായിട്ട്. കൂടത്തിൽ ചെരുപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും മേലെയുള്ള ആ മുനിയറ കാണാനുള്ള അത്ഭുതത്തോടും ആകാംക്ഷയോടും കൂടെ ഞാൻ കയറി പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇരുനിലങ്കോട് അപ്പൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. മൂക്കില്ലാതായിപ്പോയ കഥ. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് അജ്ഞാതവും അദൃശ്യവുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് ചില ഗ്രാമവാസികൾ ഇത് യാദൃശ്ചികമായി കണ്ടെത്തിയതാണ്. ഒരു ദിവസം മഴ പെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ ജോലിക്കാരി ഗുഹയ്ക്കുള്ളിലേക്ക് കയറി നിന്നു. അവിടെ വെച്ചിട്ട് അവൾ അവളുടെ അരിവാള് മൂർച്ച കൂട്ടാനായിട്ട് തുടങ്ങി. അതിനിടയിൽ അവളുടെ വിരൽത്തുമ്പിൽ ഒരു ചുവന്ന ദ്രാവകം അവൾ കണ്ടെത്തി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ചോരയായിരുന്നു. അവൾ വിചാരിച്ചു അവളുടെ കൈ മുറിഞ്ഞെന്ന്. പക്ഷേ മുറിവിൻ്റെ അടയാളമൊന്നും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉത്കണ്ഠയോടും ജിജ്ഞാസയോടും കൂടി അവൾ അരിവാൾ മൂർച്ച കൂട്ടുന്ന പാറഭാഗം പിന്നെ നിരീക്ഷിച്ചു. അവളുടെ അതിശയത്തിന് അതേ ദ്രാവകം പതുക്കെ തുള്ളിയായിട്ട് പാറയുമെന്ന് പുറത്തേക്ക് വരുന്നതാണ് കണ്ടത്. അവളുടെ ഉത്കണ്ഠ വർദ്ധിച്ചു. ശ്വാസം മുട്ടുന്ന ശബ്ദത്തോടെ കരച്ചിലും കൊണ്ട് അവൾ ഗ്രാമവാസികളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സംഭവത്തെക്കുറിച്ച് പറഞ്ഞു.
അവർ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ പാറക്കെട്ട് കണ്ടെത്തി. സൂക്ഷ്മമായ ശ്രദ്ധയോടും കൂടെ നിരീക്ഷിച്ചപ്പോൾ അതേ ദ്രാവകം പുറത്തു വരുന്നത് അവരും കണ്ടു. അവർ കുറ്റിക്കാടുകളിലെ പുല്ലും വള്ളിച്ചെടികളൊക്കെ സാവധാനത്തിലും ശ്രദ്ധാപൂർവ്വമൊക്കെ നീക്കി നോക്കിയപ്പോൾ അവിടെ അത് ഒരു അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം അവർക്ക് ബോധ്യമായി. ദേവതയുടെ പൂർണ്ണ രൂപം കണ്ടപ്പോൾ അവരൊക്കെ ആകെ സ്തംഭിച്ചു പോയിട്ടോ. അതാണ് നമ്മുടെ ഇരുനിലങ്കോട്ടപ്പൻ. അന്ന് മുതൽ അവർ ഇരുനിലങ്കോട്ടപ്പനെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ അന്ന് ആ സ്ത്രീ അരിവാൾ കൊണ്ട് മുറിച്ചില്ലേ, അത് ഇരുനിലങ്കോട്ടപ്പൻ്റെ മൂക്കായിരുന്നു കേട്ടോ. അതായിരുന്നു ഈ കഥ, ഈ ഒരു വിഗ്രഹത്തിന് പിന്നിലെ ഐതിഹ്യം. അങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ വിഗ്രഹവും ഈ ക്ഷേത്രമൊക്കെ കണ്ടുപിടിച്ചതും പിന്നീട് അങ്ങോട്ട് ഇവിടെ പൂജിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ പൂജ ചെയ്തിരുന്നത്. അന്ന് ഇവർക്കുണ്ടാകുന്ന കാർഷിക വിളകളുടെ ആദ്യത്തെ ഫലം അവരിവിടെ ഇരുനിലങ്കോട്ടപ്പന് സമർപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ജാതി മതമൊന്നും നോക്കാതെ എല്ലാവർക്കും വന്നു പോകാൻ പറ്റുന്ന ഒരു ക്ഷേത്രം കൂടിയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കയറിയത് ആ മലയ്ക്ക് മുകളിലെത്തിയിട്ടുണ്ട്. ഇതാണ് മുനിയറ. ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള മഹർഷിമാരാണിത് നിർമ്മിച്ചിട്ടുള്ളത്. പണ്ടവരിവിടെ താമസിച്ചിരുന്നു അത്രേ. അന്നവർ ചൂട്, തണുപ്പ്, വന്യമൃഗങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് നിർമ്മിച്ചതായിരുന്നു കേട്ടോ ഈ ഗുഹകൾ. ഇങ്ങനെ കല്ലുകളൊക്കെ അടുക്കി വെച്ചൊരു ഗുഹ രൂപത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്ന് അവരനുഷ്ഠിച്ച കഠിന തപസ്സിൻ്റെ ഫലം ഇന്നും ഈ പ്രദേശത്തെ പരിശുദ്ധവും ചൈതന്യപൂർണ്ണമായി നിലനിർത്തുന്നു എന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം കേട്ടോ. ഏകാഗ്രതയോടെ ഇവിടെ ഇരുന്ന് ധ്യാനിക്കുന്ന ഏതൊരാൾക്കും ഈ ചൈതന്യം അനുഭവിച്ചറിയാൻ കഴിയും. ക്ഷേത്ര ദർശനത്തിൻ്റെ സഫലീകരണത്തിന് ഭക്തജനങ്ങൾ ഈ ഗുഹ കൂടി സന്ദർശിക്കണമെന്നാണ് സങ്കല്പം. ഈ ഗുഹയിൽ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും വൈകിട്ട് 5 മണിക്ക് നിവേദ്യ സമർപ്പണത്തോടെയുള്ള വിശേഷ പൂജകൾ ഇവിടെ നടത്തിവരുന്നു. ഈ മുനിയറ ഇപ്പോൾ സർക്കാർ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണ് ഉള്ളത്. മുനിയറ മാത്രമല്ല ഇവിടെ കാണാനായിട്ടും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. വൈകുന്നേരം നേരത്തും രാവിലെ നേരത്തൊക്കെ ഒരുപാട് ആളുകൾ ഈ മല കയറുകയും ഇതിന് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഇവിടെ ഇരിക്കുകയും ചെയ്യാറുണ്ട്. ചുറ്റും നിറയെ മലനിരകളും അതുപോലെ തന്നെ പാടവും ഒക്കെ കാണാനായിട്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അങ്ങനെ തൊഴുതതിന് ശേഷം നമ്മൾ പയ്യെ മല ഇറങ്ങിയാണ് ഉണ്ടായത് കേട്ടോ. അങ്ങനെ മല ഇറങ്ങിയതിന് ശേഷം നേരെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെയാണ് കീഴ്ക്കാവ്, കണ്ടൻ കാളിക്കാവ് എന്നും പറയും. ഇവിടുത്തെ പൂമൂടൽ ചടങ്ങ് വളരെ പ്രശസ്തമേറിയ ഒന്നാണ്. സർവ്വബാധ ഉപദ്രവങ്ങൾക്കും കുട്ടികൾക്കുണ്ടാകുന്ന ബാലാരിഷ്ടതകൾക്കും പൂമൂടൽ നടത്തുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. പൂമൂടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവനെ പൂക്കൾ കൊണ്ട് മൂടുന്നത് എന്നാണ്. ദൈനംദിന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരാളെ സംരക്ഷിക്കുന്നതിനാണ് ഇത്. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 5 മുതൽ വൈകുന്നേരം 7 വരെയും ഇരുനിലങ്കോട് ക്ഷേത്രം തുറന്നിരിക്കും. അന്നദാനമാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രവർത്തനം. ദിവസേന ഏകദേശം 300-400 ഭക്തർക്ക് സൗജന്യ ഭക്ഷണം നൽകി വരുന്നു. ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു അന്തേവാസി മന്ദിരവും കണ്ടു. അങ്ങനെ പിന്നെ നമ്മൾ ഇരുനിലങ്കോടപ്പനെ ഒന്നും കൂടെ കണ്ട് യാത്ര പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.